അമേരിക്കയുടെ ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഒരു സമാധാനപ്രിയനാണ്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. 40-41 വയസ്സ്. ഇന്ത്യൻ വംശജയായ ഉഷ വാൻസിനെ വിവാഹം കഴിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ ചർച്ച നടക്കുന്നത്. ഇവിടെ നിന്ന് ജെ ഡി വാൻസ് കൊണ്ടുപോയിരിക്കുന്നത് ഒരു 300 അംഗങ്ങളുള്ള ടെക്നിക്കൽ, അതിൻ്റെ ന്യൂക്ലിയർ ഇതുകളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം 300 അംഗങ്ങളുടെ ഒരു പ്രതിനിധി സംഘത്തെയാണ് പാകിസ്ഥാനിലേക്ക് ഇദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പുറത്ത് സ്റ്റീവ് വിറ്റ്കോഫും ജറഡ് കുഷ്ണർ, ബ്രാഡ് കൂപ്പർ എന്ന് പറഞ്ഞ മിലിറ്ററി കമാൻഡർ, സെൻകോം കമാൻഡർ ഉണ്ട്. അപ്പുറത്ത് അബ്ബാസ് അരാഗ്ചി, മുഹമ്മദ് ബാൽഗർ, അങ്ങനെ അസിം അക്ബർ, അലി അക്ബർ, ഇവരാണ് അപ്പുറത്ത് പ്രതിനിധീകരിക്കുന്നത്. അവരുടെ കൂടെ വന്നിരിക്കുന്നത് 70 ടെക്നിക്കൽ സ്റ്റാഫാണ്. 70 ന്യൂക്ലിയർ ബോംബുകളും എങ്ങനെ ഒരുപക്ഷെ ഇതിനെ നിർവീര്യമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണോ, ഇതിനെ എന്തിനു വേണ്ടിയാണ് ഇത്ര അംഗസംഖ്യകളെ പ്രതിനിധി സംഘത്തെ കൊണ്ടുപോയിരിക്കുന്നത് നമുക്കറിയില്ല. ഈ ഒരു വേളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം, ഈ യുദ്ധത്തിൽ അദ്ദേഹം ഇടപെടേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ മേഖല വ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വീണ് കിട്ടുന്ന അവസരങ്ങളെന്ന് പറഞ്ഞാൽ, ഹോർമുസ് കടലിടുക്ക് ഇറാനുമായിട്ട് അദ്ദേഹം ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇറാനുമായിട്ട് ധാരണയിൽ വന്നാൽ, ഞാൻ കഴിഞ്ഞ ഒരു ദിവസം സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിലെയും അറബ് രാജ്യങ്ങൾക്കും ഒട്ടനവധി നാശനഷ്ടങ്ങളും ഒപ്പം തന്നെ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. തിരിച്ച് ജെ ഡി വാൻസിലേക്ക് വരുമ്പോൾ, ജെ ഡി വാൻസിൽ ഇവിടെ എലക്ഷൻ വരാൻ പോവാണ് 2028, 2 കൊല്ലം. അതിനുള്ള തയ്യാറെടുപ്പിൽ അദ്ദേഹം രാഷ്ട്രപതിയാവാനായിട്ട്. ഇനിയിപ്പോൾ ട്രംപിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജെ ഡി വാൻസാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ. ജെ ഡി വാൻസ് ഉണ്ടാവും. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഇവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഇവർ രണ്ടാളും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും മത്സരിച്ച് പൊതു എലക്ഷന്, ജനറൽ എലക്ഷന് വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ അപ്പുറത്ത് ഇന്ന് കമല ഹാരിസ്, കഴിഞ്ഞ തവണ ട്രംപിനോട് മത്സരിച്ച് തോറ്റ കമല ഹാരിസും വരുമെന്നാണ് ഇന്ന് പ്രഖ്യാപിച്ച. കമല ഹാരിസ് ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ ഇലക്ഷൻ ഇറങ്ങുകയാണ്. അവർ ന്യൂയോർക്കിൽ അൽ ഷാർപ്ടൺ എന്ന കറുത്തവർഗ്ഗക്കാരുടെ ഒരു നേതാവുണ്ട്, റവറൻഡ് അൽ ഷാർപ്ടൺ. അവരുമായിട്ടൊരു സ്റ്റേജ് ഷോ നടത്തുന്നതിനിടയിലാണ് അവർ പ്രഖ്യാപിച്ചത്, ഞാനും ഇലക്ഷന് നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് 2028. അപ്പോൾ ഈ ജെ ഡി വാൻസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാലമാണ് ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ച. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു പക്ഷേ ഈ ചർച്ചയിൽ, ഇത് ജെ ഡി വാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പെർഫോം ചെയ്ത് സമാധാനത്തിലെത്തിയാൽ, നല്ലൊരു ധാരണയിലെത്തി ഇറാനുമായിട്ട് യുദ്ധം അവസാനിപ്പിച്ചാലാണ് ജെ ഡി വാൻസിൻ്റെ സാധ്യതകൾ വളരെ ഇതാണ്. അത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത്, വൈറ്റ് ഹൗസിൽ നടന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ട്രംപ് പറയുകയും ചെയ്തു, ജെ ഡി വാൻസ് തമാശ എന്ന രൂപേണയാണ്, ജയിച്ചു കഴിഞ്ഞാൽ ട്രംപ് ക്രെഡിറ്റ് ജെ ഡി വാൻസിനാണ്, തോറ്റു കഴിഞ്ഞാൽ, അതായത് ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ജെ ഡി വാൻസിനാണ്, ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുക്കുമെന്ന് തമാശ രൂപേണ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ എന്നിട്ടും അവിടെ സംഭവിക്കുന്ന വേറെ കൂട്ടം, അഥവാ ഇറാനുമായിട്ട് ധാരണയിലെത്തിയിട്ടില്ല എങ്കിലുള്ള സാഹചര്യം നമുക്കറിയാം. ട്രംപിൻ്റെ ഭാഷാ ശൈലിയും ഇതൊക്കെ, അദ്ദേഹം ഭീഷണികൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിത്ത് ഓർ വിത്തൗട്ട് വി വിൽ ഓപ്പൺ, ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അദ്ദേഹം ഒരു വിമാനത്തിൽ കയറി പോകുന്ന, നോർത്ത് കരോലിനയിൽ ഷാർലറ്റിൽ ആട്ടെ എന്തോ ഒരു ഡിന്നർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് പോകുന്ന വേളയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് വിത്ത് ഓർ വിത്തൗട്ട്, ഞങ്ങൾ ഇത് തുറക്കുമെന്നാണ്. ഒപ്പം മാർക്ക് റൂട്ട് അമേരിക്കയിലുണ്ട്. മാർക്ക് റൂട്ട് പറഞ്ഞ്, ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി, അല്പം വൈകിപ്പോയി ഞാനിതിൽ ഇടപെടാനായിട്ട്. കാരണം അദ്ദേഹം യൂറോപ്യൻ യൂണിയനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്, നാറ്റോ സഖ്യങ്ങളെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. ട്രംപ് കെഞ്ചുന്നൊരു സ്വഭാവം ട്രംപിനില്ല. ട്രംപ് ആവശ്യങ്ങൾ പ്രത്യേകിച്ച് യു കെ കീർ സ്റ്റാമറിനോടും ഇമ്മാനുവൽ മാക്രോനോടും ചോദിച്ചപ്പോൾ വരണില്ല എന്ന് പറഞ്ഞു, വേണ്ട, ഞാൻ ഇറാൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട്. അത് പണി കിട്ടിയത് അറബ് രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ യൂണിയനാണ്. ഇപ്പോൾ അവർ ഉണർന്നു. അപ്പം മാർക്ക് റൂട്ട് പറഞ്ഞത്, ഞാൻ ഇത്തിരി വൈകിപ്പോയി, എന്നിരുന്നാൽ കൂടി ഞങ്ങളും വരാണ്. 22 രാജ്യങ്ങളാണ് ഹോർമുസ് കടലിടുക്കിൽ അത് തുറക്കാനായിട്ട് വരാൻ പോകുന്നത്. പക്ഷേ ഇറാനും അമേരിക്കയുമായിട്ട് ധാരണയിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ജെ ഡി വാൻസിന് ആണ് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ധാരണ വന്നാലാണ് ഞാൻ ഈ സൂചിപ്പിച്ച യൂറോപ്യൻ യൂണിയനും
രാജ്യങ്ങൾക്കും കോട്ടം തട്ടുക. അവർ വളരെ പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ടാണ്, അതായത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പഠിക്കേണ്ടത് പഠിച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം യു കെയിലെ സ്റ്റാമറൊക്കെ പറഞ്ഞു, ഡിയാഗോ ഗാർസിയ ഇന്ത്യയിൽ മാൽദീവ്സിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഒരു ദ്വീപാണ്. അത് യു കെയുടെ കയ്യിലാണ്. പക്ഷേ അമേരിക്കൻ ശക്തി, യു കെക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും പരിപാലിക്കാനായിട്ടുള്ള കഴിവ്, സാമ്പത്തികവും സൈനികമായ ശക്തിയില്ല. അപ്പോൾ അമേരിക്കയാണത് അതിൻ്റെ നടത്തിപ്പുകാരൻ. അപ്പോൾ അവിടെ നിന്ന് ഇത് പൊന്തണമെങ്കിൽ, ഒരു വിമാനം പൊന്തി ഒരു B-52 പോലെയുള്ള സ്ട്രാറ്റോസ്ഫിയർ അല്ലെങ്കിൽ B-2 ലാൻസർ പോലെയുള്ള വലിയ വിമാനങ്ങൾ പൊന്തണമെങ്കിൽ യു കെ അനുവാദം കൊടുക്കണം. യു കെ സാധാരണ അങ്ങനെ അനുവാദം കൊടുക്കാതിരിക്കാറില്ല. ഇത്തവണ സ്റ്റാർമർ അതിനൊരു തടസ്സം പറഞ്ഞു. ട്രംപ് പറഞ്ഞു വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. അതിൻ്റെ പേരിലാണ് ട്രംപ് JD വാൻസിനെ അയച്ച് ഇങ്ങനൊരു സമാധാനത്തിനുള്ള ഇതിലേക്ക് പോകുന്നത്. ഇത് ഇറാനുള്ള വലിയ അവസരമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ പയറ്റിത്തെളിയാനായിട്ടുള്ള ഇറാൻ്റെ ഒരു അവസരമാണ് ഈ വന്നുപെട്ടിരിക്കുന്നത്. അവിടെ ഇറാൻ, ഒപ്പം തന്നെ JD വാൻസിന്, രണ്ട് കൂട്ടർക്കും സമാധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ജയിച്ചു. അങ്ങനെ വന്നാലാണ് കീർ സ്റ്റാമറും ഇമ്മാനുവൽ മാക്രോണൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരാം. അപ്പോൾ ആ ചർച്ച ഇപ്പം മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ മാതിരി 300 ആൾക്കാരാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത്, 70 ടെക്നിക്കൽ ആൾക്കാരാണ് ഇറാനെ പ്രതിനിധീകരിക്കുന്നത്. ഒപ്പം സൈനിക രാഷ്ട്രീയ നേതൃത്വം കൂടി പാകിസ്ഥാനിൽ ഇപ്പോൾ ചർച്ച നടത്താണ്. ഏതാനും മണിക്കൂറുകൾക്ക് അതിൻ്റെ ആദ്യ ട്രെൻഡുകൾ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്.